നമസ്കാരം, ഞാൻ ഡോക്ടർ സുഹൈൽ മുഹമ്മദ്, കോട്ടക്കൽ ആസ്റ്റർ MIMS ഹോസ്പിറ്റലിലെ കാർഡിയോളജിസ്റ്റാണ്. പ്രായമായവരിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ ഉണ്ടാവാറ്. എന്നാൽ വയസ്സായ ആളുകൾ തന്നെയാണ് അസുഖത്തിൽ ചികിത്സയും ഹൈ റിസ്ക് ആവുകയും കോംപ്ലിക്കേറ്റഡ് ആവുകയും ചെയ്യാറ്. ഹാർട്ടിനും അതേപോലെ തന്നെ പ്രായമായ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് ഹാർട്ടിൻ്റെ വാൽവുകൾ കാൽഷ്യം മറ്റും അടഞ്ഞുകൊണ്ട് വാൽവുകൾ ചുരുങ്ങുക എന്നുള്ളത്. ഏറ്റവും കൂടുതൽ ചുരുക്കം സംഭവിക്കുന്നത് ഹാർട്ടിൽ നിന്ന് പുറത്തു പോകുന്ന മെയിൻ രക്തക്കുഴലിലോട്ട് പോകുന്ന ഇടയ്ക്കുള്ള അയോട്ടിക് വാൽവിനാണ്. പ്രത്യേകിച്ച് 70-80 വയസ്സാകുമ്പോൾ ആ വാൽവിൽ കാൽഷ്യം വന്നിറങ്ങുകയും അതുവഴി ആ വാൽവ് ചുരുങ്ങുകയും ആ വാൽവിന് പരിപൂർണമായി തുറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അതിൻ്റെ ദ്വാരം ചെറുതാകുകയും ചെയ്യും. അപ്പോൾ ഹാർട്ടിൽ നിന്ന് പുറത്ത് പമ്പ് ചെയ്യാനുള്ള ദ്വാരം ചെറുതാകുന്ന വഴി ഹാർട്ടിന് പമ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാവുകയും ഹാർട്ടിന് പുറത്തോട്ടുള്ള രക്തോട്ടം കുറയുകയും അതുവഴി തലച്ചോറിലോട്ടും മറ്റും രക്തോട്ടം കുറഞ്ഞുകൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും. ലക്ഷണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചും നടക്കുമ്പോഴുള്ള നെഞ്ചുവേദനകളാവാം, അല്ലെങ്കിൽ തലകറക്കം, തലമിന്നലുകൾ, ബോധക്ഷയം സംഭവിക്കുന്നതാവാം, അതല്ലെങ്കിൽ പിന്നീട് കിതപ്പുകൾ വരികയാവാം. ലക്ഷണങ്ങൾ വന്നു തുടങ്ങിയാൽ നമ്മൾ പെട്ടെന്ന് വാൽവുകളെ ഓപ്പൺ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ, ചികിത്സിച്ചില്ലെങ്കിൽ പിന്നീട് ഹാർട്ട് ഫെയിലിയറായി പമ്പിങ് കുറഞ്ഞ് ഹാർട്ട് ഫെയിലിയറോ കാർഡിയാക് അറസ്റ്റോ സംഭവിക്കുകയും മരണങ്ങൾ സംഭവിക്കുകയും ചെയ്യും. ഇതിന് ലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഹാർട്ടിൻ്റെ വാൽവ് ചുരുക്കം വന്ന് ലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനുള്ള പ്രധാന ചികിത്സ ഹാർട്ട് വാൽവ് മാറ്റിവെക്കുക എന്നുള്ളതാണ്. എന്നാൽ പ്രായമായ ആളുകളിൽ 70-80 വയസ്സ് ആളുകളിൽ ഹാർട്ട് വാൽവിന് സർജറിയും ഹൈ റിസ്ക്കായി മാറുന്നു. ഇതിന് പകരമായിക്കൊണ്ടുള്ള ശാസ്ത്രത്തിൻ്റെ പുതിയൊരു നൂതന മാർഗ്ഗമാണ് ട്രാൻസ് വാൽവ് ഇംപ്ലാന്റേഷൻ, TAVI എന്ന് പറയും. ഇത് സർജറി അല്ല. സാധാരണ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന പോലെ കാലിൻ്റെ ഞരമ്പിലൂടെ വയറുകൾ കടത്തി സ്പെഷ്യൽ ഡെഡിക്കേറ്റഡ് വാൽവുകൾ കടത്തിക്കൊണ്ട് അത് ഹാർട്ടിൻ്റെ ചുരുങ്ങിയ വാൽവുകളെ തുറന്നുകൊണ്ട് അതിൽ ഈ പുതിയ വാൽവുകൾ ഇംപ്ലാന്റ് ചെയ്യുകയും അതുവഴി ആ ബ്ലോക്കുകൾ മാറിക്കൊണ്ട് ഹാർട്ടിൽ നിന്നുള്ള പമ്പിങ് ഈസിയായി രക്തോട്ടം ശരീരത്തിന് മറ്റ് അവയവങ്ങളിലോട്ടുള്ള രക്തോട്ടം നോർമലാവുകയും ചെയ്യും. നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഓപ്പറേഷൻ അല്ലാത്ത പ്രൊസീജിയറാണ്. കാത്ത് ലാബിൽ മറ്റും ചെയ്യുന്ന പ്രൊസീജിയറാണ്. ചെയ്ത് കഴിഞ്ഞ് 24 മണിക്കൂർ കഴിഞ്ഞാൽ രോഗിക്ക് പഴയ പോലെ അവരുടെ ജീവിതത്തിലോട്ട് നടക്കാനും ആവും, അവരുടെ ബുദ്ധിമുട്ട് മാറുകയും ചെയ്യും. സാധാരണ സർജറിയിൽ ഉപയോഗിക്കുന്ന വാൽവിനേക്കാൾ ഈ വാൽവിന് കുറച്ച് വില കൂടുതലാണെങ്കിലും അഫോർഡബിൾ ആളുകൾക്കും അതല്ലെങ്കിൽ സർജറിക്ക് ഹൈ റിസ്ക് ഉള്ള ആളുകൾക്കും TAVI എന്നുള്ള പ്രൊസീജിയർ വളരെ അനുഗ്രഹമാണ്. അതുകൊണ്ട് ഓപ്പറേഷൻ ഇല്ലാതെ ഹാർട്ട് വാൽവുകളെ ചികിത്സിക്കുന്ന TAVI എന്ന പ്രൊസീജിയറിനെ പറ്റി അറിയുക. എല്ലാവർക്കും നല്ലതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. Aster MIMS Kottakkal, we will treat you well.